എല്ലാ പ്രിയ കൂട്ടുകാർക്കും നമസ്കാരം. റൊമേഷയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഏറ്റവും പുതിയ കൈലാക്കിൻ്റെ ടെസ്റ്റ് ഡ്രൈവ് വീഡിയോ ആണ്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ 6 വർഷത്തേക്ക് വാഹനത്തിന് ആൻറ്റി കൊറോഷൻ വാറണ്ടി കൊടുക്കുന്നത്. അതായത് വാഹനം തുരുമ്പ് പിടിക്കത്തില്ല, 6 കൊല്ലത്തേക്ക് വാഹനം തുരുമ്പ് പിടിക്കത്തില്ല, പേടിക്കേണ്ട എന്നാണ് സ്കോഡയുടെ കമ്പനി പറയുന്നത്. ലോവർ ഗിയേഴ്സിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് ഇതിൻ്റെ RPM കയറുന്നത് ഭയങ്കര കുറവായിട്ടാണ്. കാരണം ഈ ഒരു വിൻഡോസ് എന്ന് പറഞ്ഞാൽ എല്ലാ വിൻഡോസും ആൻറ്റി പിഞ്ചബിൾ ആണ്. നമ്മുടെ കയ്യോ കാലോ ഒക്കെ ഇടയ്ക്ക് വിട്ടുപോയി കഴിഞ്ഞാൽ ഞെരുങ്ങി ഒരു ഡാമേജോ അപകടങ്ങളൊന്നും ഉണ്ടാകത്തില്ല. അപ്പോൾ കൈലാക്ക് നമുക്കറിയാം റീസെൻ്റ്ലി സ്കോഡയിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിരിക്കുന്ന ഒരു വാഹനമാണ്. സ്കോഡ വാഹനങ്ങളെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അതൊരു പ്രീമിയം സെഗ്മെൻറ്റുള്ള ഒരു വാഹനമാണ്. സാധാരണക്കാർ എപ്പോഴും ചിന്തിക്കും നമുക്കൊരു സ്കോഡ വാഹനം എടുക്കാണ്ട് സാധിക്കുമോ, ഈ വാഹനത്തിന് ഭയങ്കര പ്രൈസ് ആയിരിക്കും, അല്ലെങ്കിൽ വാഹനത്തിന് ഭയങ്കര മെയിൻ്റനൻസ് ആയിരിക്കും എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു ജനതയാണ് നമുക്കിന്നുള്ളത്. അപ്പം സാധാരണക്കാർക്കും പറ്റുന്ന ഒരു വാഹനമായിട്ടാണ് ഈ ഒരു സ്കോഡ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കൈലാക്കിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ മലയാളികളുമായിട്ട് അഭേദ്യമായിട്ടൊരു ബന്ധമുണ്ട്. ഒരു മലയാളി പേരിട്ടൊരു വാഹനമാണ്. ഇന്ത്യയിൽ ഇറക്കുന്ന 3ാമത്തെ വാഹനമാണ് കൈലാക്ക് എന്ന് പറയുന്നത്. അതായത് ഇന്ത്യയിൽ നിർമ്മിക്കുന്ന 3ാമത്തെ വാഹനമാണ്. അതായത് നമ്മുടെ സ്ലാവിയ അതുപോലെ കുഷാക്കിന് ശേഷം തേർഡായിട്ട് ഇന്ത്യയിൽ നിർമ്മിച്ച് ഗ്ലോബലി പോകുന്നൊരു വാഹനമാണ്. അപ്പോൾ ഇന്ത്യയിൽ നിന്ന് നിർമ്മിച്ചിട്ട് ലോകത്തിൻ്റെ പല ഭാഗത്തേക്കും ഈ വാഹനം പോകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വാഹനം നമുക്ക് നിർമ്മിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ കുഷാക്കിൻ്റെ തന്നെ സെയിം പ്ലാറ്റ്ഫോമായിട്ടുള്ള MQB-AOIN എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിലാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ എന്നാലും വാഹനത്തിൻ്റെ ഒരു മൊത്തത്തിലുള്ള ഒരു ലെങ്ത്തൊക്കെ അല്പം കുറച്ചിട്ടുണ്ട്. 4 സബ്മീറ്ററിലാണ് ഈ വാഹനം വരുന്നത്. അപ്പോൾ എന്തുകൊണ്ട് നമുക്ക് ഈ വാഹനം എടുക്കണം എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു വാഹനം എടുത്താൽ അതിനകത്ത് കിട്ടുന്ന അഡ്വാൻറ്റേജസിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. സ്കോഡ വാഹനങ്ങളെക്കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ സ്കോഡ എന്നൊക്കെയാണ് പറയുന്നത്. നമുക്ക് നാടൻ രീതിയിൽ സ്കോഡ എന്ന് തന്നെ പറയാം. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് വാഹനത്തിൻ്റെ ഒരു ഡ്രൈവബിലിറ്റിയാണ് മെയിനായിട്ട്. പ്രത്യേകിച്ച് ഈ വാഹനത്തിൻ്റെ ഒരു ഡ്രൈവിംഗ് കംഫോർട്ടും അതുപോലെ തന്നെ വാഹനത്തിൻ്റെ ഒരു ഇൻറ്റീരിയർ കംഫോർട്ടുമാണ് ഏത് വാഹനങ്ങൾ എടുത്താലും കാണുന്നത്. കാരണം 2002 തോന്നുന്നു ഒക്ടാവിയ ആയിട്ട് ആദ്യമായിട്ട് സ്കോഡ ഇവിടെ വരുന്നത്. അപ്പോൾ അന്ന് മുതൽ നമുക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ നമ്മുടെ പല സുഹൃത്തുക്കൾക്കും വാഹനങ്ങളുണ്ട്. അപ്പോൾ അവർ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസാധ്യമായിട്ടുള്ള ഒരു ഡ്രൈവബിലിറ്റിയാണ്. പ്രത്യേകിച്ച് ഹൈ സ്പീഡ്സിലൊക്കെ പോകുമ്പോൾ വാഹനം ഭയങ്കര ഗ്രൗണ്ടഡ് ആയിട്ട് ഭയങ്കര സ്റ്റേബിൾ ആയിരിക്കും. അപ്പോൾ എൻ്റെ വേറെ ഫ്രണ്ട്സിനൊക്കെ ഈ വാഹനമുണ്ട്. അപ്പോൾ അവരോട് ഇരിക്കുമ്പോൾ ഹൈ സ്പീഡ്സിൽ പോകാനായിട്ട് പറ്റും. ഈ കൊച്ചു വാഹനമാണെങ്കിലും നമുക്ക് ടോപ്പ് സ്പീഡായിട്ട് 188 കിലോമീറ്ററാണ് പറയുന്നത്. അത്രയും സ്പീഡിൽ പോകുന്ന സമയത്ത് വാഹനം ഭയങ്കര ഗ്രൗണ്ടഡും ഭയങ്കര സ്റ്റേബിളും ആയിരിക്കും. അപ്പോൾ അതൊക്കെ നമ്മൾ നോക്കുന്നുണ്ട്. നമുക്ക് അത്രയും സ്പീഡിൽ ഓടിക്കാൻ പറ്റിയില്ലെങ്കിലും അത്യാവശ്യം സ്പീഡിൽ ഓടിച്ചു കഴിഞ്ഞാൽ ഈ വാഹനം എങ്ങനെ പെർഫോം ചെയ്യുമെന്ന് നമുക്ക് നോക്കാം. അപ്പം നമ്മൾ ഈ ഡ്രൈവിലേക്ക് പോകുന്നതിന് മുമ്പ് ആ വാഹനം നിങ്ങളെ കുറച്ചുകൂടെ പരിചയപ്പെടുത്താം. കാരണം ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. മെയിനായിട്ട് നമുക്ക് 4 വേരിയൻറ്റുകളിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ട് നമുക്ക് കിട്ടുന്നത്. ക്ലാസിക്, സിഗ്നേച്ചർ പ്ലസ് പ്രസ്റ്റീജ്. അപ്പോൾ നമ്മളിവിടെ ഉള്ളത് പ്രസ്റ്റീജ് ഏറ്റവും ടോപ്പ് മോഡലാണ്. അതിൻ്റെ തന്നെ നമുക്ക് ട്രൈറ്റോണിക് ആയിട്ട് വരുന്ന ഓട്ടോമാറ്റിക് ആയിട്ട് വരുന്ന ട്രാൻസ്മിഷനാണ് വരുന്നത്. അപ്പം ഈ ഒരു ട്രൈറ്റോണിക് ഒരു ട്രാൻസ്മിഷനെ കുറിച്ച് പറയുമ്പോൾ അത് കുറച്ചും കൂടെ ഒരു സ്പോർട്ടി ആയിട്ടുള്ള ഒരു ട്രാൻസ്മിഷനാണ്. കാരണം ഇത് ഓട്ടോമാറ്റിക് ആണെങ്കിലും നമുക്ക് മാനുവലിൽ നമുക്ക് ഈ വാഹനം നമുക്ക് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പാഡൽ ഷിഫ്റ്റേഴ്സ് ഉണ്ട്. കുറച്ചും കൂടെ നമുക്ക് പ്ലഷറബിൾ ആയിട്ടുള്ള ഒരു ഫൺ റൈഡ് നമുക്ക് ഈ വാഹനം ഓഫർ ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മുടെ പേജ് ഫോളോ ചെയ്തിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ഫോളോ ചെയ്യുക. ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം ഒക്കെ ഒന്ന് ഫോളോ ചെയ്യാനായിട്ട് മറക്കരുത്. സോ എഗെയിൻ വെൽക്കം ടു റോപ്പ് മൈ ഷോ. സ്കോഡയിലേക്ക് വരുന്ന സമയത്ത് അത്യാവശ്യം വലിപ്പമുള്ള വാഹനങ്ങളാണ് നമ്മൾ പൊതുവേ കാണുന്നത്. എന്നാൽ ഇവരുടെ ഉള്ളതിലേറ്റവും ചെറിയൊരു വാഹനമാണ് നമ്മൾ ഈ പറയുന്ന കൈലാക്ക് എന്ന് പറയുന്നത്. 4 സബ്മീറ്റർ തന്നെയാണ് വരുന്നത്. 3995 മില്ലിമീറ്ററാണ് വരുന്നത്. അതുപോലെ 2550 മില്ലിമീറ്ററാണ് വാഹനത്തിൻ്റെ വീൽ ബേസ് എന്ന് പറയുന്നത്. പിന്നെ ഇതൊരു കോമ്പാക്ട് SUV ആയിട്ട് വരുന്ന വാഹനമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ ഒരു ഗ്രൗണ്ട് ക്ലിയറൻസിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ 189 മീറ്ററാണ് ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഡീസൻ്റ് ആയിട്ടുള്ള ഒരു വലിപ്പമുള്ള ഒരു കോമ്പാക്റ്റ് ആയിട്ടുള്ള ഒരു വാഹനം തന്നെയാണ് ഈ ഒരു സെഗ്മെൻറ്റിലേക്ക് വരുന്ന സമയത്ത്. അതുപോലെ തന്നെ നമുക്ക് വാഹനം നല്ല കാഴ്ചയിൽ തന്നെ നല്ല ഒതുക്കമുള്ള ഒരു കുട്ടി കാറാണ്. അപ്പോൾ മെയിനായിട്ട് ഇതൊരു ഫാമിലി കാർ എന്നതിനേക്കാളും കൂടുതൽ ഒരു ഡ്രൈവേഴ്സ് കാർ ആയിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. കാരണം വെച്ചാൽ നേരത്തെ പറഞ്ഞതുപോലെ ഈ സ്കോഡ എന്ന് പറയുന്ന ബ്രാൻഡ് കൂടുതലായിട്ട് പ്രിഫർ ചെയ്യുന്നത് ഈ ഒരു ഡ്രൈവബിലിറ്റിക്ക് തന്നെയാണ്.
അപ്പോൾ അതുകൊണ്ട് മെയിനായിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വാഹനങ്ങൾ കൂടുതലായിട്ട് എടുക്കുന്നത് ഡോക്ടേഴ്സ് അതുപോലെ എഞ്ചിനീയേഴ്സ് അല്ലെ പ്രൊഫഷണൽസ് ആയിട്ടുള്ള ആൾക്കാരാണ് കൂടുതലായിട്ട് എടുക്കുന്നത്. അപ്പം അതിനെയൊക്കെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു സെഗ്മെൻറ്റിലേക്ക് കുറച്ചുകൂടെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു വാഹനമായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ വാഹനത്തിൻ്റെ പ്രൈസും നമുക്ക് നോക്കാം. 7,84,000 രൂപ മുതലാണ് ഈ വാഹനത്തിൻ്റെ ഏറ്റവും ബേസ് വേരിയൻറ്റ് ക്ലാസിക് എന്ന് പറയുന്ന ഒരു വേരിയൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഏറ്റവും ടോപ്പിലേക്ക് പോകുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് പ്രസ്റ്റീജിൻ്റെ തന്നെ 14,40,000 രൂപയാണ് വരുന്നത്. അപ്പോൾ ഓൺ റോഡിലേക്ക് വരുന്ന സമയത്ത് 10 ലക്ഷം രൂപയ്ക്കകത്തും അതുപോലെ തന്നെ ടോപ്പ് എൻഡിലേക്ക് പോകുന്ന സമയത്ത് 17 ലക്ഷം രൂപയ്ക്കകത്തും നമുക്ക് ഈ വാഹനം ലഭിക്കുന്നതായിരിക്കും. സ്കോഡ ഇന്ത്യയിൽ റീസെൻ്റ് ആയിട്ട് ലോഞ്ച് ചെയ്തിരിക്കുന്ന എല്ലാ വാഹനങ്ങൾക്കും 5 സ്റ്റാർ റേറ്റിംഗ് ആണ് കിട്ടിയിരിക്കുന്നത്. ഈ വാഹനത്തിനും ഭാരത് എൻക്യാപ് റേറ്റിംഗിൽ 5 സ്റ്റാർ തന്നെ കിട്ടിയിരിക്കുന്നത്. അത് ചൈൽഡിനും കിട്ടിയിട്ടുണ്ട്, അഡൽറ്റിനും 5 സ്റ്റാർ ഉണ്ട്. അത്യാവശ്യം നല്ല പോയിൻറ്റുകളായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പം ഈ ഒരു വാഹനത്തിന് നമ്മൾ സാധാരണ ഇപ്പോൾ ഇറങ്ങുന്ന എല്ലാ ടോപ്പ് എൻഡ് വേരിയൻസിനകത്തും അഡാസ് ഫീച്ചേഴ്സ് ഉണ്ടെങ്കിൽ ഈ ഒരു വാഹനത്തിനൊന്നും അഡാസ് ഫീച്ചേഴ്സ് കൊടുത്തിട്ടില്ല. അത് പ്രധാനമായിട്ടും ഇതിൻ്റെ പ്രൈസിനെ നിയന്ത്രിക്കാനായിരിക്കും അവർ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് പറയുന്നത്. ഇനിയിപ്പോൾ എന്തെങ്കിലും ഒരു മേജർ ആയിട്ടുള്ള ഒരു ഫേസ് ലിഫ്റ്റ് വരുന്ന സമയത്തായിരിക്കും അതിനകത്ത് ഒരു അഡാസ് ഫീച്ചർ വരുന്നത്. ഓക്കെ, അതുപോലെ നമുക്ക് ഗ്ലാസ് ഏരിയ ഒക്കെ കാണാം, വൈപ്പേഴ്സ് നമുക്ക് കാണാം, ബോണറ്റിൻ്റെ ഹുഡും കാര്യങ്ങളൊക്കെ ഇവിടെയുണ്ട്. അതിനകത്ത് കുറച്ച് കട്ടുകളും ലൈനുകളൊക്കെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. സ്കോഡയുടെ ഏറ്റവും പുതിയ ലോഗോയും കാര്യങ്ങളും ഇവിടെയുണ്ട്. അതുപോലെ ഏറ്റവും മനോഹരമായിട്ടുള്ള ബട്ടർഫ്ലൈ ഗ്ലിൻസ് ആണ് നമുക്ക് കാണുന്നത്. അപ്പം ഒരു പൂമ്പാറ്റയുടെ ചിറകി പോലെ വിരിച്ചിരിക്കുന്ന ഒരു ഗ്രിൽസ് ആണ്. അതുപോലെ തന്നെ 3D റിബ്സ് ആണ് വരുന്നത്. അതായത് നമ്മുടെ റിബുകൾ എന്ന് പറയുന്നത് നമ്മുടെ വാരിയിലാണല്ലോ, ആ ഒരു ഡിസൈനിലുള്ള ഒരു 3D ആയിട്ട് വരുന്ന റിബ്സ് ആണ് വാഹനത്തിനകത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരുമാതിരിപ്പെട്ട ഇവരുടെ എല്ലാ വാഹനങ്ങളുടെയും ഗ്രില്ലുകൾ ഏകദേശം ഇതുപോലെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. താഴോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ബ്ലാക്ക് ആൻഡ് ചെയ്ത ഒരു ഈ പറയുന്ന പോലെ ഒരു ബമ്പർ പോർഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഏറ്റവും താഴോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് എയർ ഡാമും അതുപോലെ തന്നെ നമുക്ക് അവിടെ ഒരു സ്കിൽ പ്ലേറ്റും കാര്യങ്ങളൊക്കെ നമുക്കവിടെ കണ്ടിട്ട് നമുക്ക് സാധിക്കും. ഈ വാഹനത്തിൻ്റെ ലൈറ്റുകളെക്കുറിച്ച് പറയുന്ന സമയത്ത് മനോഹരമായിട്ടുള്ള ഈ പറയുന്ന പോലെ DRLs നമുക്കിവിടെ പൊസിഷൻ ലാംപ്സ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. അതുപോലെ ഇവിടെ വരുന്ന സമയത്ത് നമുക്ക് LED പ്രൊജക്ടറായിട്ട് വരുന്ന ഹെഡ് ലാംപ്സാണ് വാഹനത്തിനകത്ത് കൊടുത്തിരിക്കുന്നത്. അഡ്വാൻറ്റേജ് ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഏറ്റവും ബേസ് വേരിയൻറ്റ് മുതൽ നമുക്ക് ഈ ഒരു വാഹനത്തിനകത്ത് നമുക്ക് ഈ ഒരു LED സെറ്റപ്പുള്ള ലാംപ്സ് നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് മുമ്പിലത്തെ കാഴ്ചകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മുമ്പിലും നല്ല ഈ പറയുന്ന പോലെ ആ ഒരു DNA വന്നിരിക്കുന്നതുകൊണ്ട് തന്നെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫ്രണ്ട് ഫേസ് ഉള്ളൊരു വാഹനമാണ് നമ്മുടെ സ്കോഡയുടെ കൈലാക്ക് എന്ന് പറയുന്നത്. ഈ വാഹനത്തിൻ്റെ സൈഡിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് മനോഹരമായിട്ടുള്ള അലോയ് വീൽസ് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഡയമണ്ട് കട്ടായിട്ട് വരുന്ന അലോയ് വീൽസ് ആണ്. അപ്പോൾ ഏറ്റവും ബേസ് വേരിയൻറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റീൽ വീൽസ് ആയിരിക്കും വരുന്നത്. എന്നാൽ ഇതിൻ്റെ മുകളിലേക്കുള്ള 2 വേരിയൻസിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു അലോയ് വീൽസ് ആണ്. ഏറ്റവും ടോപ്പിലാണ് നമുക്ക് ഈ തരത്തിലുള്ള ഒരു അലോയ് വീൽസ് കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ടിലും ബാക്കിലും ഡിസ്ക് ബ്രേക്കുകളല്ല, ഫ്രണ്ടിൽ ഡിസ്ക് ബ്രേക്കുകളും ബാക്കിൽ ഡ്രം ബ്രേക്കുകളാണ് വരുന്നത്. അതുപോലെ തന്നെ ഈ വാഹനത്തിൻ്റെ സസ്പെൻഷനിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് മക്ഫേഴ്സൻ്റെ ഒരു സസ്പെൻഷനാണ് വരുന്നത്. അപ്പോൾ ട്രയാങ്കുലർ ആയിട്ടുള്ള ലിങ്ക്സ് അതുപോലെ സ്റ്റെബിലൈസർ ബാറും ഒക്കെ വാഹനത്തിനകത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ചുകൂടെ റോഡിൽ ഈ വാഹനം സ്റ്റെബിലൈസ്ഡ് ആയിരിക്കും. അതുപോലെ ട്വിസ്റ്റ് ബീം ആക്സിലാണ് പുറകിലേക്ക് വരുന്ന സമയത്തുള്ള സസ്പെൻഷൻ. ഇനി മിറേഴ്സിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ഓട്ടോ ഫോൾഡബിൾ ആയിട്ടുള്ള മിറേഴ്സാണ്. 10 ഇൻഡിക്കേറ്റേഴ്സ് അതിനകത്ത് ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ വാഹനത്തിൻ്റെ കളേഴ്സിനെ കുറിച്ച് നമുക്ക് പറയാം. ഏകദേശം 8ഓളം കളേഴ്സ് നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടും. ഒലിവ് ഗ്രീൻ എന്ന് പറയുന്നതാണ് ഇതിൻ്റെ സിഗ്നേച്ചർ ആയിട്ടുള്ള കളേഴ്സ്. നിങ്ങൾ എല്ലാ പരസ്യങ്ങളിലും കാണുന്നത് ഒരുപക്ഷേ ഈ ഒരു കളറായിരിക്കും. അതും ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു റൂഫ് റെയിൽ ഏരിയ ഈ വാഹനത്തിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമുക്കൊരു ട്വിൻറ്റഡ് ആയിട്ട് വരുന്ന ഗ്ലാസുകളും കാര്യങ്ങളൊക്കെയാണ് വാഹനത്തിനകത്ത് വന്നിരിക്കുന്നത്. ഡോസിലേക്ക് വരുന്ന സമയത്ത് ഡോർ ഹാൻഡിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു സിൽവർ ഫിനിഷ് വരുന്ന അല്ലെങ്കിൽ ക്രോമിയം ഫിനിഷ് വരുന്ന ഡോർ ഹാൻഡിൽസ് കൊടുത്തിട്ടുണ്ട്. റിക്കറ്റ് സെൻസറും ആ വശത്തായിട്ട് നമുക്ക് കാണാനായിട്ട് നമുക്ക് സാധിക്കും. ഈ ഒരു വിൻഡോസ് എന്ന് പറഞ്ഞാൽ എല്ലാ വിൻഡോസും ആൻറ്റി പിഞ്ചബിൾ ആണ്. നമ്മുടെ കയ്യോ കാലോ ഒക്കെ ഇടയ്ക്ക് വിട്ടുപോയി കഴിഞ്ഞാൽ ഞെരുങ്ങി ഒരു ഡാമേജോ അപകടങ്ങളൊന്നും ഉണ്ടാകത്തില്ല. ഓട്ടോമാറ്റിക്കലി അത് താഴേക്ക് റിട്ടയർഡ് ചെയ്ത് പോകുന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഈ ഒരു ഏരിയ എന്നൊക്കെ പറഞ്ഞാൽ ഒരു ബ്ലാക്ക് ആൻഡ് ചെയ്ത ഒരു വലിയൊരു പോർഷനൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പം സൈഡിൽ നിന്നുള്ള കാഴ്ചയാണെങ്കിലും നമുക്കൊരു കുട്ടി വണ്ടിയാണ്. നമ്മൾ മനോഹരമായിട്ടുള്ളൊരു വണ്ടിയായിട്ട് തന്നെയാണ് ഈ ഒരു സ്കോഡ കൈലാക്കിനെ ഇവർ അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ വാഹനത്തിൻ്റെ ബാക്ക് പ്രൊഫൈലാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ടോപ്പിൽ നിന്ന് പറഞ്ഞു തരാം. മുകളിലൊരു ഷാർക്ക് ഫിൻ ആൻഡ് കൊടുത്തിട്ടുണ്ട്. ഹൈ മൗണ്ട് സ്റ്റോപ്പ് ലാമ്പ് ഇവിടെയുണ്ട്. D4 ഗ്ലാസുകളുണ്ട്. ടോപ്പ് എൻഡിലേക്ക് വരുമ്പോൾ ഒരു വൈപ്പറും അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സ്കോഡയുടെ ആ ഒരു ബ്രാൻഡിങ് കൃത്യമായിട്ട് വലിയ രീതിയിൽ എഴുതിയിട്ടുണ്ട്. പക്ഷേ സ്കോഡയുടെ ലോഗോ ഒന്നും വന്നിട്ടില്ല. ലൈക്ക് റൈറ്റിങ്സ് മാത്രമേ ഉള്ളൂ. ഇവിടെ താഴെ കൈലാക്ക് എന്നുള്ള റൈറ്റിംഗ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഈ ഒരു വാഹനത്തിൻ്റെ ലൈറ്റ്സ് വളരെ ബ്യൂട്ടിഫുൾ ആണ്. പ്രത്യേകിച്ച് ഒരു 3D എലമെൻറ്റ് വരുന്ന ഒരു ലൈറ്റ്സ് നമുക്ക് 2 വശത്തേക്കും കോൺട്ര ചെയ്ത് വരുന്ന ലൈറ്റ്സ് കാര്യങ്ങളൊക്കെയാണ് നമുക്ക് കാണാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ വീതിയേറിയ വലിയ ബമ്പേഴ്സും കാര്യങ്ങളൊക്കെ ഈ വാഹനത്തിനകത്ത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നതായിട്ട് നമുക്കാകാം. 440 ലിറ്ററിൻ്റെ ഒരു ബൂട്ട് സ്പേസ് ആണ് വാഹനത്തിനകത്ത് വന്നിരിക്കുന്നത്. ഡീസൻ്റ് ആയിട്ടുള്ള വലിയൊരു ബൂട്ട് സ്പേസ് ആണ്. അത്യാവശ്യം നമുക്ക് ഒരു ദൂരയാത്രയൊക്കെ പോകുന്ന സമയത്ത് വയ്ക്കാൻ ഒത്തിരി സൂട്ട് കേസുകളൊക്കെ വയ്ക്കാൻ പാകത്തിലാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്കിതിൻ്റെ താഴേക്ക് വരുന്ന സമയത്ത് നമുക്കിവിടെ സ്പെയർ വീൽ കാണാനായിട്ട് നമുക്ക് സാധിക്കും. ഇതിനകത്ത് 2 ഇഞ്ച് വലിപ്പക്കുറവാണ്. കാരണം ഈ ഒരു വാഹനത്തിനകത്ത് മൊത്തം 17 ഇഞ്ചിൻ്റെ ടയേഴ്സ് ആണെങ്കിലും നമുക്ക് ഈ ഒരു വാഹനത്തിനകത്ത് 2 ഇഞ്ച് കുറവുള്ള സ്പെയർ വീലുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ വാഹനത്തിനകത്ത് വരുന്നത്. പക്ഷേ അതുപോലെ തന്നെ നമുക്ക് ഈ വാഹനത്തിനകത്ത് കുറച്ച് യൂട്ടിലിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ എല്ലാ വാഹനങ്ങളും ഉള്ളതായിട്ട് കൂടുതലായിട്ട് പറയുന്നില്ല. കാരണം അവിടെയൊക്കെ നമുക്കൊരു 3 കിലോയിലൊക്കെ സാധനങ്ങളൊക്കെ തൂക്കി വെക്കാൻ പാകത്തിലുള്ള ഒരു
ഒരു ഹോൾഡറും കാര്യങ്ങളൊക്കെ അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ബൂട്ട് സ്പേസിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് കാണാനുള്ളത്. ഇന്റീരിയർ നമ്മൾ കാണാനായിട്ട് പോവുകയാണ്. അതിന് മുമ്പായിട്ട് തന്നെ ഈ ഒരു വശത്തേക്ക് വരുന്ന സമയത്ത് ഫ്യൂൽ ലിഡ് വരുന്ന റൈറ്റ് സൈഡിലാണ് വരുന്നത്. 40 ലിറ്ററിൻ്റെ പെട്രോൾ ടാങ്കാണ് വരുന്നത്. ഇതൊരു പെട്രോൾ എഞ്ചിനാണ്, 1 ലിറ്ററാണ് വരുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ കുറച്ചുകൂടെ ഡ്രൈവിൻ്റെ സമയത്തൊക്കെ നമുക്ക് അതിനെക്കുറിച്ച് വിശദീകരിക്കാം. ഇനി നമ്മൾ ഡോർസ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് കാണുന്ന കാഴ്ചയൊന്ന് നോക്കാം. എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ ആയിട്ടുള്ള ഒരു തീമാണ്. കറുത്ത് ബ്ലാക്ക് കളറിലാണ് വന്നിരിക്കുന്നത്. ബ്യൂട്ടിഫുൾ ആണ്. കുറച്ചും കൂടെ ഒരു എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള എലഗൻ്റ് ആയിട്ടുള്ള ഒരു ഇൻറ്റീരിയേഴ്സ് നമുക്ക് അവിടെ കാണാനായിട്ട് നമുക്ക് സാധിക്കും. ഡ്രോ ട്രിംസ് പോലെ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഒരുക്കി വെച്ചിരിക്കുന്നത് എന്നുള്ളത്. വളരെ മനോഹരമായിട്ടുള്ള ഒരു ഡോർ ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. ക്രോംഫിൻ്റെ ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. വാഹനത്തിൻ്റെ ഒരു ഡിസൈനോട് നീതി പുലർത്തുന്ന രീതിയിലുള്ള ഒരു കട്ടും കർവുകളൊക്കെയാണ് ആ ഹാൻഡിലിനകത്ത് അവർ കൊണ്ടുവന്നിരിക്കുന്നത്. അതുപോലെ ഇവിടെയൊക്കെ വരുന്ന സമയത്ത് നമുക്ക് പവർ വിൻഡോയുടെയൊക്കെ സ്വിച്ചസും കാര്യങ്ങളൊക്കെ ഉണ്ട്. മിറേഴ്സ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ആ ഒരു നോബും കാര്യങ്ങളൊക്കെ അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം വലിയൊരു ബോട്ടിൽ ഹോൾഡറും ഒക്കെ കാര്യത്തിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. എടുത്ത് പറയേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് 4 സ്പീക്കറുകളും 2 ട്യൂട്ടേഴ്സും ഉണ്ട്. നമുക്കിത് സ്കോഡയുടെ തന്നെ OEM കൊടുക്കുന്ന ഒരു ഓഡിയോ സിസ്റ്റമാണ് വാഹനത്തിനകത്ത് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് സ്റ്റിയറിംഗിലേക്ക് നോക്കാം. സ്റ്റിയറിംഗിലേക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ 2 സ്പോക്കായിട്ട് വരുന്ന ഒരു സ്റ്റിയറിംഗ് വീലും കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് തന്നെ നമ്മൾ ഈ നോക്കുകയാണെങ്കിൽ അതിനകത്ത് ഈ ഒരു കൺട്രോൾസും കാര്യങ്ങളും ഇത് കണ്ടോ, ക്രോമിൻ്റെ ഒരു റോട്ടറാണ് വന്നിരിക്കുന്നത്. ബ്യൂട്ടിഫുൾ ആണ്. സ്കോഡയുടെ ലോഗോ നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. ഈ ഒരു വാഹനത്തിലേക്ക് വരുന്ന സമയത്ത് ലെഫ്റ്റ് സൈഡിലേക്ക് വരുന്ന സമയത്ത് മീഡിയ കൺട്രോളും റൈറ്റ് സൈഡിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഈ വാഹനത്തിനകത്തുള്ള മറ്റുള്ള ഇതര കൺട്രോൾ, അതായത് ക്ലസ്റ്ററിൻ്റെ കൺട്രോളും കാര്യങ്ങളൊക്കെയാണ് വാഹനത്തിനകത്ത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. സ്റ്റാർട്ട് സ്റ്റോപ്പിൻ്റെ സ്വിച്ച് കൊടുത്തിരിക്കുന്നത് ഈ ഒരു വശത്താണ്. ആദ്യമേ ഞാൻ കുറച്ചൊന്ന് തപ്പി അതൊന്ന് കണ്ടുപിടിക്കാനായിട്ട്, എങ്കിലും നമുക്ക് വളരെ ആക്സസിബിൾ ആയിട്ടുള്ളൊരു പൊസിഷനിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ സീറ്റുകളെക്കുറിച്ച് നമ്മൾ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ മനോഹരമായിട്ടുള്ള സീറ്റുകളാണ്. നല്ല അത്യാവശ്യം നല്ല ബോൾസ്റ്റേഴ്സൊക്കെ വീതിയുള്ള നല്ല സീറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ടിലെ 2 സീറ്റുകളും വെന്റിലേറ്റഡ് ആണ്. അടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സീറ്റ്സ് നമുക്ക് ഇലക്ട്രിക്കലി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഫ്രണ്ടിൽ 2 സീറ്റുകളും 6 തരത്തിലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് വാഹനത്തിനകത്ത് കൊടുത്തിരിക്കുന്നത്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡാഷ്ബോർഡുകളാണ്. നമുക്ക് ഇവിടെ ഒരു ഐഡിലോ എന്തെങ്കിലുമൊക്കെ വെക്കാനുള്ള ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. അത് മാത്രമല്ല അത് കുറച്ച് ഡീപ്പറാണ് കേട്ടോ. നമ്മളിപ്പോൾ എന്തെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ ഓടി വരാത്തക്ക രീതിയിലാണ് ആ സംഭവം അവിടെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ടെക്സ്റ്റേഴ്സൊക്കെ ഭയങ്കര ഡിഫറൻ്റ് ആണ്. ഇവിടെ ഒരു വേറെ ടെക്സ്ചർ, ഇവിടെ ഒരു ഗ്രീൻ കളറുള്ള ഒരു ഒലിവ് കളറുള്ള ഒരു ടെക്സ്ചർ, ഇവിടെ ഒരു ബ്ലാക്ക് ടെക്സ്ചർ. അപ്പം അങ്ങനെയാണ് പല ഡിഫറെൻറ്റ് ടെക്സ്റ്റേഴ്സിലാണ് വാഹനത്തിൻ്റെ ഒരു ഡാഷ്ബോർഡ് ക്രമീകരിച്ചിരിക്കുന്നത്. നമുക്ക് ആ ഒരു കോർണറിലേക്ക് വരുവാണെങ്കിൽ AC യുടെ വെൻറ്റുകൾ കാണാൻ പറ്റും. അത്യാവശ്യം വലിയ AC യുടെ വെൻറ്റുകളാണ്. അപ്പം നല്ലൊരു ത്രോ ആയിരിക്കും എയറിന് ഉണ്ടാവുക. അതുപോലെ നമുക്ക് കൂൾഡായിട്ട് വരുന്ന ഒരു ഗ്ലൗ ബോക്സ്, ഡീപ്പറായിട്ട് വരുന്ന ഗ്ലൗ ബോക്സ് ഉണ്ട്. അതിനകത്ത് തന്നെ നമുക്കൊരു കണ്ണാടി വെക്കാനായിട്ടുള്ള ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു ഏരിയയും കൊടുത്തിട്ടുണ്ട്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു വശത്തേക്ക് വരുന്ന സമയത്ത്. നമുക്കിനി സ്ക്രീനിലേക്ക് വരാം. 25.6 സെൻറ്റിമീറ്റർ വരുന്ന വലിയ സ്ക്രീനാണ് വരുന്നത്. അപ്പോൾ അതിനകത്ത് നമുക്ക് അത്യാവശ്യം വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ നമ്മുടെ ക്യാമറയും കാര്യങ്ങളൊക്കെ ഇൻറ്റിഗ്രേറ്റ് ചെയ്യുന്നുണ്ട്. വാഹനം റിവേഴ്സ് ചെയ്യുന്ന സമയത്തുള്ള ഒരു ക്യാമറകളും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ കാണാനായിട്ട് നമുക്ക് സാധിക്കും. നമ്മളിപ്പോൾ റിവേഴ്സ് ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ നോർമൽ ക്വാളിറ്റിയിലുള്ള ഒരു ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. ഭയങ്കര ഒരു HD ക്ലാരിറ്റി എന്ന് പറയുന്നില്ല, എന്നാലും നമുക്ക് പുറമെല്ലാം കാണാവുന്ന രീതിയിലൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ AC യുടെ വെൻറ്റുകളൊക്കെ കാണാം. അതുപോലെ ഈ ഒരു സ്ക്രീനിലേക്ക് വരുന്നതാണ് 20.3 സെൻറ്റിമീറ്ററിൻ്റെ ഒരു കളറായിട്ട് വരുന്ന ഒരു ഇൻസ്ട്രുമെൻറ്റ് പാനലാണ് വാഹനത്തിനകത്ത് കൊടുത്തിരിക്കുന്നത്. TPMS ഒക്കെ ഓൾറെഡി ഈ വാഹനത്തിനകത്ത് കാണാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. അതുപോലെ നമുക്ക് ഈ ഒരു കണക്ടിവിറ്റി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് കോമൺ ആണ്. ഇപ്പം നമുക്ക് ആപ്പിൾ ആണെങ്കിലും ആൻഡ്രോയിഡ് ആണെങ്കിലും കണക്ട് ചെയ്യാനുള്ള സംവിധാനങ്ങളൊക്കെ വാഹനത്തിനകത്ത് കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ്. സ്റ്റിയറിംഗ്സിനെ കുറിച്ച് ഞാൻ ഓൾറെഡി പറഞ്ഞു തന്നായിരുന്നു. എന്നാലും നമുക്ക് ഈ ഒരു വ്യൂവിൽ നിന്ന് കാണുന്ന സമയത്ത് ആ 2 സ്പോക്ക് വരുന്ന സ്റ്റിയറിംഗ് നമുക്ക് കാണാനായിട്ട് പറ്റും. പിന്നെ പാഡിൽ ഷിഫ്റ്റേഴ്സ് ഈ വാഹനത്തിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതെന്ന് പറയുന്ന ഒരു 6 സ്പീഡ് ട്രൈറ്റോണിക് ആയിട്ട് വരുന്ന ടിപ്ട്രോണിക് ആയിട്ട് വരുന്ന ഒരു ട്രാൻസ്മിഷനാണ്. ഓൾറെഡി ട്രാൻസ്മിഷൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് ഞാൻ പറഞ്ഞായിരുന്നു. ഓട്ടോമാറ്റിക് ആണെങ്കിൽ നമുക്ക് മാനുവൽ ഷിഫ്റ്റിലേക്ക് കൊണ്ടുപോവുകയും നമുക്ക് കണ്ടോ ഈ ഒരു വാഹനം നമുക്ക് ഇങ്ങനെ വന്ന ഈ ഒരു ഷിഫ്റ്റിലേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ മാനുവലായിട്ട് നമുക്ക് ഇട്ടതിന് ശേഷം ഈ പാഡിൽ ഷിഫ്റ്റേഴ്സ് ഉപയോഗിച്ച് ഭയങ്കര സ്പോർട്ടി ആയിട്ട് നമുക്ക് ഓടിക്കാനായിട്ട് പറ്റും. അത്യാവശ്യം നല്ല പവർഫുൾ ആയിട്ടൊരു വണ്ടിയാണ്. 115 PS 178 Nm ടോർക്ക് നമുക്ക് ഈ വാഹനം ഡെലിവർ ചെയ്യുന്നുണ്ട്. ടർബോ പെട്രോളാണ് വാഹനം വരുന്നത്. അപ്പം നമുക്ക് ഹൈ സ്പീഡ്സിലൊക്കെ നമുക്ക് ഈ വാഹനം കിടിലായിട്ട് ഓടിക്കുക. അത് ഓടിക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു ഫീഡ്ബാക്ക് ഞാൻ നിങ്ങൾക്ക് തരാവുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വശത്തേക്കുള്ളത്. ഇവിടെ AC യുടെ കൺട്രോൾസും കാര്യങ്ങളൊക്കെയാണ്. ഇപ്പോൾ ടോപ്പ് ആൻഡ് വേരിയൻസിലേക്ക് വരുന്ന സമയത്ത് അതിൻ്റെ ബേസിലല്ലാതെ മുകളിലോട്ട് വരുന്ന സമയത്ത് നമുക്ക് ക്ലൈമറ്റ് കൺട്രോളായിട്ട് വരുന്ന ACസും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ സ്വിച്ചസും കാര്യങ്ങളൊക്കെ അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഏരിയ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ടച്ച് പോലെയാണ് വർക്ക് ചെയ്യുന്നത്. അതുപോലെ ഇവിടെ നമുക്ക് പാസഞ്ചറിന് ഫോൺ ചാർജ് ചെയ്യാനുള്ള 2 C പോർട്ടുകൾ കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ഈ ഒരു വശത്തേക്ക് വരുമ്പോൾ നമുക്കൊരു വയർലെസ് ചാർജിങ് യൂണിറ്റ് വരുന്നുണ്ട്. ഇതാണ് നേരത്തെ പറഞ്ഞ ആ ഷിഫ്റ്റർ നമ്മൾ കാണുന്നത്. ടിപ്ട്രോണിക് എന്ന് പറയുന്ന ആ ഒരു ഷിഫ്റ്ററാണ് വരുന്നത്.
കൂടാതെ 12 വോൾട്ടിൻ്റെ ഒരു ചാർജിങ് ഒരു പോർട്ടും ഈ വാഹനത്തിനകത്ത് കൊടുത്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. അതുപോലെ നമുക്കിവിടെ ഒരു ഫോൺ കുത്തി നിർത്താനുള്ള ഒരു സംവിധാനങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് നല്ലൊരു സംവിധാനമായിട്ട് തോന്നി. ചെറിയ ഫോണൊക്കെ ആണെങ്കിലേ പറ്റുള്ളൂ, വലിയ തടിമാടൻ ഫോണുകളൊക്കെ കയറുമെന്നുള്ള കാര്യം ഡൗട്ടാണ്. അതുപോലെ നമുക്കിവിടെ ഒരു കപ്പ് ഹോൾഡറും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വാഹനത്തിൻ്റെ കീസ് ഇതാണ്. കപ്പ് ഹോൾഡറിലേക്ക് വരുന്ന സമയത്ത് ഇതിനകത്ത് ഒരു 5 പൊട്ടുകളുണ്ട്. അതെന്ന് പറയുമ്പോൾ ഇതിനകത്ത് കുറേ യൂട്ടിലിറ്റീസ് ആഡ് ചെയ്തിട്ടുണ്ട്. മെയിനായിട്ട് നമ്മൾ ബ്രോഷർ നോക്കുന്ന സമയത്ത് മനസ്സിലാകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമുക്കൊരു ബോട്ടിൽ വെച്ചിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാനുള്ള സൗകര്യത്തിന് വേണ്ടിയുള്ള ഇതാണെന്ന് പറയുന്നത്. അതുപോലെ നമുക്കിവിടെ ഒരു ബ്രേക്ക് ഉണ്ട്, ഹാൻഡ് ബ്രേക്കും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ ഒരു വശത്തേക്ക് വരുന്ന സമയത്ത് ഡ്രൈവേഴ്സിനുള്ള ഹാൻഡ് റെസ്റ്റ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഓപ്പൺ ചെയ്യാം. അതിനകത്ത് നമുക്കൊരു ഡീപ്പറായിട്ടൊരു സ്പേസ് ഒക്കെ കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ ഒരു കാര്യങ്ങൾ എന്ന് പറയുന്നത്. നമുക്കിനി വിൻഷീൽഡിലേക്ക് വരുന്ന സമയത്ത് ഈ മൂലയിലേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെ ഒരു ടിക്കറ്റ് ഹോൾഡർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും കുറിപ്പുകളൊക്കെ എഴുതി വെക്കണം എന്നുണ്ട്, പാർക്കിങ്ങിൽ ഇട്ടിട്ട് പോകുന്ന സമയത്ത് കുറിപ്പുകൾ എഴുതണമെന്നുണ്ടെങ്കിൽ അവിടെ കുറിപ്പുകൾ എഴുതി വെക്കാൻ പറ്റുമെന്നുള്ളതാണ്. രണ്ട് വശത്തും നമുക്ക് വൈസേഴ്സ് നമുക്ക് കാണാണ്ട് പറ്റും. ഈ വശത്ത് ആൻറ്റി മിററും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. റീഡിംഗ് ലാംപ്സ് ഈ ഒരു വശത്തായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം ലൈക്ക് നമുക്ക് ഇത് ഉണ്ട്, റീഡിംഗ് ലാംപ്സ് നമുക്ക് കാണാനായിട്ട് ചെറിയ ലൈറ്റ്സ് ആണ്. അതുപോലെ നമുക്ക് ഇതിനകത്തൊരു ഒരു സൺറൂഫ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ ഒരു സൺറൂഫിൻ്റെ ഒരു ആവശ്യകത നമുക്ക് അറിയാം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ടോപ്പ് എൻഡ് വേരിയൻ്റ് ആണെങ്കിൽ സൺറൂഫ് വേണം. അപ്പോൾ അത് ഈ വാഹനത്തിനകത്തും അവർ കുറച്ചിട്ടില്ല. പിന്നെ അത് കാരണം ഇനി ആരും വാഹനം വാങ്ങിക്കാതിരിക്കേണ്ടെന്നായിരിക്കും ഇവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങൾ ഇവിടെ ചെയ്തു വെച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഇതൊക്കെയാണ് ഈ വാഹനത്തിൻ്റെ ഫ്രണ്ടിലെ ഏരിയ എന്നുള്ള ഒരു വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിനി ബാക്ക് സീറ്റിലേക്ക് പോകാം. ഇതിൻ്റെ കംഫർട്ട് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. സെക്കൻഡ് റോ സീറ്റുകളാണ് നമ്മളുള്ളത്. അപ്പം നമുക്കൊരു കുഴപ്പമില്ലാത്തൊരു ലെഗ് സ്പേസ് ഉണ്ട്. അതിനുവേണ്ടി സീറ്റ് ഒന്ന് ലൈക്ക് ചെറുതായിട്ടൊന്ന് ചെരിച്ചെടുത്തിട്ടുണ്ട്. ഹെഡ് റൂം ആണെങ്കിൽ എന്നെ സംബന്ധിച്ച് വലിയ പ്രശ്നങ്ങളൊന്നും നോക്കുന്നില്ല. പക്ഷേ നമ്മൾ ഇൻറ്റീരിയർ ഒരു സ്പേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്കിലെ റോ എന്ന് പറയുമ്പം ലൈക്ക് കമ്പാരിറ്റീവ്ലി കുറച്ച് ചെറുതാണ് മറ്റുള്ള ഇവരുടെ വാഹനങ്ങളായിട്ട് കമ്പയർ ചെയ്യുന്നത്. കാരണം വെച്ചാൽ ഇതിൻ്റെ ഒരു മൊത്തം ലെങ്ത് 4 മീറ്ററിനകത്ത് വരുന്നതുകൊണ്ടാണ് 2550 വീൽ ബേസ് എന്നുള്ളത് പറഞ്ഞല്ലോ. പക്ഷേ സീറ്റ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ തൈ സപ്പോർട്ട്സ് ഉണ്ട് കേട്ടോ. നമ്മൾ എങ്ങനെ ഇരുന്നെന്ന് പറഞ്ഞാൽ ഒരു ഗ്യാപ്പ് വരുന്നില്ല, കറക്റ്റായിട്ട് നമുക്ക് കണ്ടോ ഇങ്ങനെ കാല് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു തൈ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. പിന്നെ നമുക്ക് ഈസിലി പറയുകയാണെന്നുണ്ടെങ്കിൽ 2 പേർക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും. മൂന്നാമതൊരു കുട്ടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. കാരണം വെച്ചാൽ അത് പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വെൻറ്റ് കാര്യങ്ങൾ കുറച്ചുകൂടെ ബാക്കിലേക്ക് ഇറങ്ങിയിരിക്കുന്നുണ്ട്. ഈ ഒരു വശത്തെ സ്പേസ് അല്പം കുറവായിരിക്കും. അപ്പോൾ കുട്ടികൾക്ക് കൺവീനിയൻ്റ് ആയിട്ടിരിക്കാം. പിന്നെ പ്രധാനമായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു ഡ്രൈവേഴ്സ് കാറിനേക്കാളും ഇതൊരു ഫാമിലി കാറിനേക്കാളും ഉപരി ഇതൊരു ഡ്രൈവേഴ്സിൻ്റെ ഒരു കാറായിരിക്കും. പ്രത്യേകിച്ച് ഓഫീസിലേക്കൊക്കെ സ്ഥിരം നമുക്ക് യൂസിന് കൊണ്ടുപോകാൻ പറ്റുന്ന എന്നാൽ നല്ല ഡ്രൈവബിലിറ്റി ഉള്ള ഒരു കിടിലൻ വെഹിക്കിളായിരിക്കും. അപ്പോൾ അത്തരം കാര്യങ്ങളാണ് എനിക്ക് തോന്നുന്നത്. പെർഫോറേറ്റഡ് ആയിട്ട് വരുന്ന സീറ്റാണ്, വെന്റിലേറ്റഡ് ആയിട്ടൊന്നും അല്ല വരുന്നത്. ഈ ഒരു വശത്തേക്ക് വരുന്ന സമയത്ത് നമുക്കൊരു കപ്പ് ഹോൾഡേഴ്സും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കൊടുത്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാനും നമുക്ക് സാധിക്കും. പിന്നെ അതുപോലെ 3 ഈ ഹെഡ് റെസ്റ്റുകളും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഹെഡ് റെസ്റ്റുകളും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അത് വെച്ച് നമുക്ക് കംഫർട്ടബിളായിട്ട് ഈ വാഹനത്തിനകത്ത് നമുക്ക് ഇരിക്കാനും നമുക്ക് സാധിക്കും. അപ്പം വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. ഈ ഒരു വശത്തേക്ക് നമുക്ക് അഡീഷണലി റീഡിംഗ് ലാംപ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ 2 സ്വിച്ചസും കാര്യങ്ങളൊക്കെ ഈ റീഡിംഗ് ലാംപ്സും സ്വിച്ചസും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് നമുക്ക് സാധിക്കും. ഈ ഒരു വാഹനത്തിൻ്റെ സേഫ്റ്റിയെക്കുറിച്ച് ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു. പറയുമ്പോഴത്തേനെടുത്ത് ഞാൻ ഈ ബാക്കിലിരിക്കുന്നത് പറയേണ്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വാഹനത്തിനകത്ത് 6 എയർ ബാഗുകളുണ്ട്. അപ്പോൾ ഡ്രൈവേഴ്സും കോ ഡ്രൈവറിനും മാത്രമല്ല പുറകിലിരിക്കുന്നവരുടെ സുരക്ഷ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഭാരത് എൻക്യാപ്പിൽ 5 സ്റ്റാർ കിട്ടിയിട്ടുണ്ടെന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ചൈൽഡിൻ്റെ സേഫ്റ്റി റേറ്റിംഗ് ആണെങ്കിലും 5 കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മൾ കുട്ടികളെ പൊതുവേ നമ്മൾ പുറകിലാണ് ഇരുത്തേണ്ടത്, അല്ലെങ്കിൽ അങ്ങനെ ഇരുത്താൻ പാടുള്ളൂ. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് കുട്ടികളൊക്കെ സൂപ്പർ സേഫ് ആയിട്ടിരിക്കും. കാരണം ഐസോഫിക്സിൻ്റെ ചൈൽഡ് സീറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ കംപ്ലീറ്റ് എയർ ബാഗ്സിൻ്റെ പ്രൊട്ടക്ഷൻ ഉള്ളതുകൊണ്ട് വാഹനം ഒന്ന് ടോപ്പിലാകുന്ന സമയത്ത് പോലും സുരക്ഷയുടെ കാര്യത്തിൽ യാതൊരു ബുദ്ധിമുട്ടും നമുക്ക് തോന്നത്തില്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ പിൻ സീറ്റിനെ കുറിച്ച് പറയാനുള്ളത്. നമുക്ക് ഇനി വാഹനത്തിൻ്റെ മനോഹരമായിട്ടുള്ള ഒരു ഡ്രൈവിലേക്ക് പോകാം. ഇപ്പോൾ കൈലാക്കിൻ്റെ ഡ്രൈവിലേക്ക് നമ്മൾ പോവുകയാണ്. ഇപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ എഞ്ചിനെ കുറിച്ച് നമ്മൾ പറയുന്ന സമയത്ത് 1 ലിറ്റർ ആണ് വരുന്നത്, ടർബോ ആണ് വരുന്നത്. അതുപോലെ 995 cc ആണ്. പവർ ഫിഗേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 115 HP ആണ്. അതുപോലെ 187 Nm ടോർക്കും ഈ വാഹനം ഡെലിവറി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ എഞ്ചിനെ കുറിച്ച് പറയാം. ഇതിൻ്റെ എഞ്ചിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പർ റിഫൈൻഡ് ആയിട്ടുള്ള എഞ്ചിനാണ്. ഇപ്പോൾ നമ്മൾ ഓടിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 6 സ്പീഡായിട്ട് വരുന്ന ടിപ്ട്രോണിക് എന്ന് പറയുന്ന ട്രാൻസ്മിഷനാണ്. അപ്പോൾ ഇതിനകത്ത് തന്നെ ഒരു 6 സ്പീഡ് മാനുവലും ഉണ്ട്. അപ്പം ഒരു ഇനീഷ്യൽ റെസ്പോൺസിൽ മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു RPMൻ്റെ ഷിഫ്റ്റ് ഭയങ്കര രസകരമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സിറ്റി ട്രാഫിക്കിലേക്ക് വരുന്ന സമയത്തേക്ക് ലൈക്ക് നമുക്ക് ഭയങ്കര സ്മൂത്തായിട്ടുള്ളൊരു ഷിഫ്റ്റ് കിട്ടാനും അതുപോലെ തന്നെ നമുക്ക് ഫ്യൂവലിൻ്റെ കൺസപ്ഷൻ കുറയ്ക്കാനും വേണ്ടി ഭയങ്കര ട്യൂൻഡ് ആയിട്ടാണ് ആ ഒരു സംഭവം ചെയ്തിരിക്കുന്നത്. അപ്പം സാധാരണ ചില കാറുകളിലേക്കൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഗിയർ ഷിഫ്റ്റുകൾ വരുമ്പോൾ നമുക്കത് വാഹനത്തിനകത്ത് നിൽക്കുമ്പോൾ അറിയാൻ പറ്റും. പക്ഷേ ഈ ഒരു വാഹനത്തിനകത്ത് ഒരു കാരണവശാലും ഇത് ഒരു
ഈ പറയുന്ന പോലെ ഈ ഷിഫ്റ്റുകൾ നമുക്ക് അറിയാനായിട്ട് പറ്റുന്നില്ല. വളരെ സ്മൂത്തറായിട്ടുള്ള ഒരു ഷിഫ്റ്റുകളും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഈ ലോവർ ഗിയേഴ്സിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് ഇതിൻ്റെ RPM കയറുന്നത് ഭയങ്കര കുറവായിട്ടാണ് കയറുന്നത്. ലൈക്ക് ഒരു ഗ്രാജുവലിയാണ് കയറുന്നത്. അപ്പോൾ നമുക്കൊരു സ്മൂത്തർ റൈഡ് കിട്ടുമെന്നുള്ളതാണ്. അത് പക്ഷേ നമ്മളൊന്ന് കാലൊന്ന് അമർത്തി ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടിയുടെ റെസ്പോൺസ് നമുക്ക് അറിയാണ്ട് വരുന്നത് കേട്ടോ. വണ്ടി കയറുന്നത് കേട്ടോ. ഓക്കെ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ ടോപ്പ് സ്പീഡ് എന്ന് പറയുന്നത് ഈ കുട്ടി വാഹനത്തിന് ടോപ്പ് സ്പീഡ് 188 കിലോമീറ്റർ ആണ് നമുക്ക് കിട്ടുമെന്ന് പറയുന്നത്. നമുക്കൊരു 5500 തൊട്ട് 5500 നമുക്ക് 115 bhp കിട്ടുന്നത്. അതുപോലെ ഒരു 1750 മുതൽ RPM മുതൽ തന്നെ നമുക്കിതിൻ്റെ ടോർക്ക് നമുക്ക് അത്രയും നമുക്ക് ഡെലിവർ ആയിട്ട് കിട്ടുമെന്നുള്ളതാണ്. അപ്പം ഇതാണ് ഈ വാഹനത്തിൻ്റെ പവറിനെ കുറിച്ചും കാര്യങ്ങളൊക്കെ പറയാൻ പറ്റുന്നത്. അപ്പോൾ പിന്നെ നമുക്ക് ഇതിൻ്റെ ഒരു ഡ്രൈവബിലിറ്റി കാര്യങ്ങൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട്. കാരണം സ്കോഡ വാഹനങ്ങൾ ഡ്രൈവബിലിറ്റി ഭയങ്കര കൂടുതലായിരിക്കും. നമ്മൾ കണ്ടോ ഈ ഒരു വാഹനം നമ്മളിപ്പം ഓടിക്കുകയാണ്. അപ്പം വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ വാഹനം നമുക്ക് ഇപ്പം ഞാൻ മാനുവലിലേക്ക് സാധനം ട്രാൻസ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് പാഡൽ ഷിഫ്റ്റേഴ്സ് ഉപയോഗിച്ച് നമുക്ക് ഈ വാഹനം നമുക്ക് ഓടിക്കാം. ഇപ്പം ഞാൻ ഏറ്റവും ടോപ്പ് ഗിയറിലാണ് കിടക്കുന്നത്. കണ്ടോ എന്ത് പെട്ടെന്നാണ് ആ ഒരു ടോപ്പ് സ്പീഡിലേക്ക് വാഹനം എത്തിച്ചേരുന്നത്. അപ്പം വളരെ ഫാസ്റ്ററായിട്ടുള്ള ഒരു ട്രാൻസ്മിഷനും കാര്യങ്ങളൊക്കെയാണ് വാഹനത്തിനകത്ത് കൊടുത്തിരിക്കുന്നത്. എഞ്ചിനാണെങ്കിലും നല്ല റിഫൈൻഡ് ആയിട്ടുള്ള അടിപൊളി എഞ്ചിനാണ് കേട്ടോ. ഞാനത് പറയുന്നത് വെറുതെ അല്ല. നിങ്ങൾ ടെസ്റ്റ് ഡ്രൈവ് എടുക്കുന്ന സമയത്തായിരിക്കും നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഫീൽ കിട്ടുക. അപ്പോൾ അത്യാവശ്യം ട്രാഫിക്കൊക്കെയുള്ള റോഡാണ്. ഞാനൊന്ന് കാലിച്ചിരി ആഞ്ഞ് കൊടുക്കുന്ന സമയത്ത് കണ്ട വണ്ടി കയറി പോകുന്നുണ്ടാവും. അതുപോലെ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല ബ്രേക്കിംഗ് ആണ്. സ്കോഡയുടെ വാഹനങ്ങൾ ഏത് വാഹനങ്ങളും നമുക്ക് ബ്രേക്ക് ചെയ്തെന്ന് പറഞ്ഞാലും നമ്മൾ വിചാരിക്കേണ്ടത് വണ്ടി നമുക്ക് നിർത്താനായിട്ട് പറ്റും. പിന്നെ സേഫ്റ്റിയുടെ കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാണ്. ഇത് കൂടാതെ തന്നെ നമുക്ക് ഈ ഒരു വാഹനത്തിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഹിൽ ഹോൾഡ്, ഹിൽ ഡിസെൻറ്റ് കൺട്രോളുകൾ, അതുപോലെ തന്നെ നമുക്ക് വെഹിക്കിൾ സ്റ്റെബിലിറ്റി മാനേജ്മെൻറ്റ്, ഇത്തരം കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ABS EBD ഒക്കെ സ്റ്റാൻഡേർഡായിട്ട് വരുന്നുണ്ട്. അപ്പം സേഫ്റ്റിയെക്കുറിച്ചൊന്നും നമ്മൾ യാതൊരു കൺസേണും നമുക്ക് വിചാരിക്കേണ്ട കാര്യമില്ല. ഇനി മൈലേജിനെ കുറിച്ചാണ് നമ്മൾ ഈ വാഹനത്തിന് സംസാരിക്കുന്നത്. വാഹനത്തിൻ്റെ മൈലേജ് എന്ന് പറയുമ്പോൾ 19.56 ഇതിൻ്റെ മൈലേജായിട്ട് ഏറെ സർട്ടിഫൈഡ് ആയിട്ടുള്ള മൈലേജ് പറയുന്നത്. എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും ഡ്രൈവബിലിറ്റിയുടെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല. അത്രയ്ക്കും പ്ലഷറബിൾ ആയിട്ടുള്ള ഒരു പെപ്പി റൈഡ്, ഒരു ഫൺ റൈഡ് നമുക്ക് ഈ വാഹനത്തിനകത്ത് നമുക്ക് കിട്ടുന്നതാണ്. ഇതുകൊണ്ട് ഇപ്പോൾ റോഡൊന്ന് ഓപ്പൺ ആയിട്ട് കിട്ടിയപ്പോൾ ഞാനൊന്ന് കാല് കൊടുക്കുകയാണ്. വാഹനമായിട്ട് പറന്ന് കയറിക്കൊണ്ടിരിക്കുക. എന്ത് രസമാണെന്ന് നോക്കി. ഓക്കെ, അതാണ് ഈ വണ്ടിയുടെ ഒരു ഫീൽ എന്ന് പറയുന്നത്. ഇനി വാഹനത്തിൻ്റെ ഇനി നമുക്ക് ഇനി സംസാരിക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ വാഹനത്തിൻ്റെ ഈ പറയുന്ന സ്കോഡ വാഹനങ്ങളുടെ സർവീസുകളെ കുറിച്ചാണ്. അപ്പോൾ നമുക്ക് പ്രധാനമായിട്ടും നമുക്ക് മനസ്സിലുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ സ്കോഡയുടെ വണ്ടി ഇപ്പോൾ എങ്ങനെ മേടിച്ചെന്ന് പറഞ്ഞാലും ഇത് സർവീസ് ചെയ്യുമ്പോൾ ഒത്തിരി പൈസ ആകുന്നുണ്ട് ചിന്തയുണ്ട്. അപ്പം നോർമലി നമുക്ക് ഇതിൻ്റെ സർവീസിൻ്റെ റൊട്ടീനും കാര്യങ്ങളും നോക്കാം, വാറണ്ടിയും കാര്യങ്ങളും നോക്കാം. നമുക്ക് 3 years എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള വാറണ്ടിയാണ്. അല്ലെങ്കിൽ 1,00,000 കിലോമീറ്ററാണ്. 1,00,000 കിലോമീറ്റേഴ്സാണ് ഇവർ നൽകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ 6 വർഷത്തേക്ക് വാഹനത്തിന് ആൻറ്റി കൊറോഷൻ വാറണ്ടി കൊടുക്കുന്നത്. അതായത് വാഹനം തുരുമ്പ് പിടിക്കത്തില്ല. 6 കൊല്ലത്തേക്ക് വാഹനം തുരുമ്പ് പിടിക്കത്തില്ല, പേടിക്കേണ്ട എന്നാണ് സ്കോഡയുടെ കമ്പനി പറയുന്നത്. പിന്നെ നമുക്ക് ഇതിന് പല സർവീസ് പാക്കേജുകളും നമുക്ക് എടുക്കാൻ പറ്റും. സർവീസ് പാക്കേജുകൾ എടുക്കുന്നതിനനുസരിച്ച് നമുക്ക് വാഹനത്തിൻ്റെ ഒരു സർവീസിൻ്റെ കോസ്റ്റ് നമുക്ക് കോസ്റ്റ് എഫക്റ്റീവ്ലി ആയിട്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് നമുക്ക് സാധിക്കും. എങ്കിലും ഈ ഒരു ബ്രാൻഡ് എന്ന് പറയുന്നത് സാധാരണക്കാർക്ക് വേണ്ടി ഇറക്കിയിരിക്കുന്ന ഒരു പ്രോഡക്റ്റാണ് കൈലാക്ക് എന്ന് പറയുന്നത്. കാരണം പ്രീമിയം സെഗ്മെൻറ്റിലുള്ള ആൾക്കാർക്ക് മാത്രമല്ല, കുറച്ചുകൂടെ നമുക്ക് നോർമലായിട്ടുള്ള സാധാരണ ആൾക്കാർക്കും നമ്മളെപ്പോലുള്ള ആൾക്കാർക്കും വാങ്ങിക്കാൻ പറ്റുന്ന ഒരു വാഹനമായിട്ടാണ് ഈ വാഹനത്തിനെ അവതരിപ്പിച്ചിരിക്കുന്നത്. വിലയും കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു. നമുക്ക് ഈ ഒരു 10 ലക്ഷം രൂപയ്ക്കകത്ത് നമുക്ക് ബേസ് വേരിയൻ്റ് നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടും. അതുപോലെ തന്നെ നമുക്ക് ടോപ്പ് വേരിയൻറ്റ് 17 ലക്ഷത്തിന് നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടും എന്നുള്ളതാണ്. അപ്പം ഡീസൻ്റ് ആയിട്ടുള്ള ഒരു വാഹനം നിങ്ങൾക്ക് വീട്ടിലേക്ക് കൊണ്ടുവരാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. അപ്പോൾ വാഹനം നമുക്ക് ഇന്ന് റിവ്യൂ ചെയ്യാൻ വേണ്ടി തന്നിരിക്കുന്നത് PPS സ്കോഡയാണ്. നമ്മുടെ ട്രിവാൻഡ്രത്ത് NH ബൈപ്പാസിൽ മുട്ടത്തറ എന്ന് പറയുന്ന ഭാഗത്താണ് ഈ ഒരു PPS സ്കോഡയുള്ളത്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ അവരുടെ ഷോറൂമിൽ പോയിട്ട് ഈ വാഹനം നമ്മളായിരുന്നു ലോഞ്ച് ചെയ്തിരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഓട്ടോ എക്സ്പോ പോയി ഈ വാഹനം കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പം ഞാൻ അടുത്ത് കണ്ടതിൽ ഇപ്പോൾ ഇതിനകത്ത് അഡാസോ അങ്ങനെയുള്ള കുറച്ച് ഫീച്ചേഴ്സൊക്കെ ലാക്ക് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിലും ഇതൊരു അടിപൊളിയായിട്ടുള്ള ഒരു ഡ്രൈവബിലിറ്റി ഉള്ള ഒരു മനോഹരമുള്ള വാഹനമാണ്. അപ്പോൾ ഈ വാഹനത്തിൻ്റെ മൊത്തത്തിലുള്ള ലുക്കിനെ കുറിച്ചും വാഹനത്തിൻ്റെ മറ്റുള്ള ഫീച്ചേഴ്സിനെ കുറിച്ചൊക്കെ നിങ്ങളുടെ കമൻറ്റ്സ് എന്താണെന്ന് താഴെ ഒന്ന് എഴുതിയേക്കണം. അതുപോലെ തന്നെ നമ്മുടെ പേജ് ഫോളോ ചെയ്തിട്ടില്ല, അതൊരു തീർച്ചയായിട്ടും ഒരിക്കൽ കൂടെ ഒന്ന് ഫോളോ ചെയ്യണം. അതുപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് പേജ് ഒക്കെ ഫോളോ ചെയ്യണം. പുതിയൊരു വീഡിയോ ആയിട്ട് കണ്ടുപിട്ടാം. സോ ദിസ് ഈസ് റോബിൻ സൈനിങ് ഓഫ് ഫ്രം പ്രൊഫ് മൈ ഷോ.